മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസംസ് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് സ്തംഭങ്ങൾ എന്നും എന്താണ് ഘനരൂപങ്ങൾ എന്നും എന്താണ് ബഹുഭുജ സ്തംഭങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ബഹുഭുജ സ്തംഭത്തിന്റെ വ്യാപ്തം കാണാനുള്ള സമവാക്യം എന്നൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളെ പാർട്ട് 1 നിങ്ങൾ പോയി കാണണം. ഒരു 2-3 തവണ അത് കാണുമ്പോൾ കാര്യം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്തായാലും ആ പാർട്ട് 1 ഒന്ന് എന്തായാലും പോയി കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, നമ്മളിന്ന് സ്തംഭങ്ങൾ പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 200 ഫസ്റ്റത്തെ ഒരു ചോദ്യം. നമുക്ക് ചോദ്യം വായിക്കാം. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 18 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററും ആണ്. അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊരു സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല മക്കളെ, നോക്കടാ. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈക്വൽ ടു പാദപരപ്പളവ് അല്ലെങ്കിൽ പാദപരപ്പ് എന്നും പറയും, അല്ലെങ്കിൽ പാദപരപ്പളവ് എന്നും പറയും. രണ്ട് പറഞ്ഞാലും പ്രശ്നമില്ല. പരപ്പ് ഇൻറ്റു ഉയരമാണ് ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യം. ഏതൊരു ക്വസ്റ്റ്യനിലും വ്യാപ്തം കാണാൻ ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ചോണ്ടു. 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ ഒരു സ്തംഭത്തിന്റെ വ്യാപ്തം കാണാൻ തന്നെയാണ്. എടാ, ഇയാള് വെറും ഒരു സ്തംഭമല്ല, ഇയാൾ ഒരു ത്രികോണ സ്തംഭമാണ്. വെറും ത്രികോണ സ്തംഭവുമല്ല, ഇയാൾ ഒരു സമഭുജ ത്രികോണ സ്തംഭമാണ്. നമുക്ക് പറഞ്ഞ കാര്യം ഒന്ന് ചെറുതായിട്ട് ചിത്രമായിട്ടൊന്ന് വരച്ചു നോക്കാം. ഇതല്ലേ മക്കളെ ഒരു സ്തംഭം എന്ന് പറയുമ്പോൾ, അതിന്റെ ത്രികോണ സ്തംഭം എന്ന് പറയുമ്പോൾ അതിന്റെ പാദം എന്ന് പറയുന്നത് ത്രികോണമായിരിക്കും. നോക്കടാ, ഏകദേശം നമ്മളെ സ്തംഭം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ? ഇതല്ലേ മക്കളെ തന്നിട്ടുള്ളത്? എന്താ പറഞ്ഞുള്ളത്? ഇയാളൊരു സമഭുജ ത്രികോണ സ്തംഭാണെന്ന് പറഞ്ഞത്. സമഭുജ ത്രികോണ സ്തംഭം എന്ന് പറയുമ്പോ എന്താ? ത്രികോണ സ്തംഭം എന്ന് പറഞ്ഞാൽ ഇതാണ് സമഭുജ ത്രികോണ സ്തംഭം. സമഭുജമാണ്. സമഭുജം പറഞ്ഞാൽ എല്ലാ വശങ്ങളും അതേപോലെ എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ചെങ്ങായിനെയാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയാറ്. അതായത് ഇയാളും ഒക്കെ എന്താ തുല്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്താ വോളിയാണ് കാണേണ്ടത്. വോളിയം കാണണമെങ്കിൽ പരപ്പ് കിട്ടണം, അതേപോലെ ഉയരം കിട്ടണം. ഉയരം നമുക്ക് അറിഞ്ഞൂടെ? ആരതാ ഉയരം? സ്തംഭത്തിന്റെ ഉയരമാണ്. സ്തംഭത്തിന്റെ ഉയരം 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്തംഭത്തെ നമ്മൾ ഇംഗ്ലീഷിൽ എച്ച് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി പാദപരപ്പ് കാണണം. പാദപരപ്പ് നമ്മളെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? ഇല്ല. വേറൊരു ചെങ്ങായിന് തന്നിട്ടുണ്ട്. പാദ ചുറ്റളവ് 18 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? അത് നമ്മൾ പരപ്പ് അല്ലെങ്കിൽ പരപ്പളവ് കാണണം. പാദ ചുറ്റളവ് തന്നാൽ എങ്ങനെയാണ് മക്കളെ പാദപരപ്പ് കാണുക അല്ലെങ്കിൽ ഏരിയ കാണാം? ഇതാണ് നമ്മളുടെ ഏരിയ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ചുറ്റളവാണ്. ചുറ്റുമുള്ള അളവ് ആണ് നമുക്ക്, അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എടാ, ഇയാൾ വെറും ഒരു ത്രികോണമല്ല, ഇയാൾ ഒരു സമഭുജ ത്രികോണമാണ് അല്ലേ? സമഭുജ ത്രികോണമാകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലെ? 3 വശങ്ങളും കൂട്ടിയാൽ 18 ആണ്. 3 വശങ്ങളും കൂട്ടിയാൽ 18 ആണ്. അപ്പൊ ഒരു വശം എത്രയായിരിക്കും? 18/3 ആയിരിക്കും. അപ്പൊ 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇയാൾ 6 അപ്പൊ ഇയാളും 6 ഇയാളും 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്താണ്? പാദപരപ്പളവ് അല്ലെങ്കിൽ പരപ്പാണ് കണ്ടത്, ബേസ് ഏരിയ ആണ് കണ്ടത്. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് ആണ്. ഇതിൽ നമുക്ക് ഹാഫ് അറിയാം, ബിയും അറിയാം. ബി എന്ന് പറയുന്നത് 6 എച്ച് അറിയോ? എച്ച് അറിയൂല. ഇത് സമഭുജ ത്രികോണമാണെങ്കിൽ എച്ച് അറിയണമെങ്കിൽ നമ്മൾ എച്ച് ഈക്വൽ ടു a√3/2 പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് എച്ച് ഒക്കെ കാണും. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇയാൾ ഒരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സമഭുജ ത്രികോണത്തിന്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷൻ a²√3/4 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ബി എച്ചും നമുക്ക് ഉപയോഗിക്കാം. കൂട്ടത്തിൽ എച്ച് കാണണമെന്നേ ഉള്ളൂ അല്ലെ? പാദപരപ്പളവ് ഹാഫ് ബി എച്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ a²√3/4 നമുക്ക് ഉപയോഗിക്കാം. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പാദത്തിലെ ബേസ് ഏരിയ. ത്രികോണത്തിന്റെ ഒരു വശമാണ് എ എന്ന് പറയുന്നത്. എന്താണ്? ത്രികോണത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 6 ആണ്.
അപ്പോൾ 6² × √3/4 എന്ന് വരും. ഗുണിക്കണം എച്ച് ഉണ്ടല്ലോ, എച്ച് ആരതാ? എച്ച് സ്തംഭത്തിന്റെ ഉയരമാണ്. സ്തംഭത്തിന്റെ ഉയരം തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണെന്നും നമുക്ക് 6² എന്താണ്? 6² എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ 36√3/4 × 5 എന്ന് വരും. എടാ മക്കളെ നോക്കടാ, ഈ 36നെയും 4നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? 4 9 36 ആണ്. അപ്പോ 9 എന്ന് വരും. 4 9 36 ആണ്. അപ്പൊ 9 എന്ന് വരും. നമ്മളെ ലാസ്റ്റ് ആൻസർ 9√3 × 5 = ചെയ്തൂടെ? 9 × 5 45 ആണ്. 45√3 എന്ന് കിട്ടും. നമ്മളുടെ ആൻസർ കഴിഞ്ഞോ? ഇല്ല. ഏതൊരു വ്യാപ്തത്തിന്റെ ഏത് യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബ്, നമ്മളത് മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 45√3 സെന്റിമീറ്റർ ക്യൂബ് ആണ്. നമുക്ക് ഹാഫ് ബി എച്ചും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. ഇയാളെന്താ? ഒരു സമഭുജ ത്രികോണ ആണെന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. പാദ പരപ്പളവ് ഏരിയ കാണാൻ അറിയാം. a²√3/4 ആണ്. ഇതാണ് a²√3/4. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഹാഫ് ബി എച്ചും നമുക്ക് ഉപയോഗിക്കാം. ഹാഫ് ബി എച്ച് ഉപയോഗിക്കുമ്പോൾ ഈ എച്ച് ദാ ഈ ത്രികോണത്തിന്റെ ഈ ഹൈറ്റ് കാണണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് കാണണം. അത് കുറച്ച് ടാസ്ക് ആണ്. നമുക്ക് ഈ ഒരു ഏരിയ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ചെയ്യാം. ഇനി ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എച്ച് കാണാൻ നമുക്ക് അറിയൂലേ? അതായത് ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ്. അത് കാണാൻ നമുക്കറിയാം. ഇയാളെ ഒന്ന് സ്ക്വയർ ചെയ്ത് വെക്കുക. √3നെ ഒഴിച്ചിട്ട് ഇയാളൊന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ a²√3/4 എന്ന് വരും. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 45√3 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. മക്കളെ, നമ്മൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഒരു സ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജ സ്തംഭത്തിന്റെയും പാദ ചുറ്റളവും ഉയരവും ഗുണിച്ചാൽ അയാൾ ഒരു ചതുര സ്തംഭമാണെങ്കിൽ അതിന്റെ പാർശ്വപരപ്പളവ് കിട്ടും. അയാൾ ഒരു ത്രികോണ സ്തംഭമാണെങ്കിൽ അതിന്റെ പാർശ്വപരപ്പളവും കിട്ടും. ആരൊക്കെ ഗുണിക്കേണ്ടത്? പാദ ചുറ്റളവും ഉയരവും ഗുണിച്ചാൽ ആരെ കിട്ടും? പാർശ്വപരപ്പളവ് കിട്ടും. പാദപരപ്പളവും ഉയരം ഗുണിച്ചാൽ വോളിയാണ് കിട്ടുക. ഈ പരപ്പും ചുറ്റളവും നമുക്ക് മാറിപ്പോണ വലിയൊരു സംഭവമാണത്. അതേപോലെ തന്നെ അയാൾ ഒരു ത്രികോണ സ്തംഭമാണെങ്കിൽ ഈ പാദ ചുറ്റളവും ഉയരവും ഗുണിച്ചാൽ ഇയാൾക്ക് പാർശ്വമുഖം എന്നല്ല പറയൽ, ഇയാൾക്ക് വക്രമുഖം എന്നാണ് പറയുന്നത്. കെർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയല്. വക്രമുഖം അല്ലെങ്കിൽ വക്രതല പരപ്പളവും എന്ന് പറയും. ഓക്കെ, ആ കാര്യം നമ്മൾ മാറിപ്പോകരുത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം, ഈ എച്ചും ഈ ത്രികോണത്തിന്റെ കുഞ്ഞി എച്ചും ഈ എച്ചും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഈ എച്ച് എന്ന് പറയുന്നത് സ്തംഭത്തിന്റെ ഹൈറ്റും ഈ എച്ച് എന്ന് പറയുന്നത് താഴെ ബേസിലെ ത്രികോണത്തിന്റെ ഹൈറ്റുമാണ്. അത് മാറിപ്പോകരുത്. ഏറ്റവും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അത് മാറിപ്പോകരുത്. കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് നമ്മളെ പേജ് നമ്പർ 200 നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ആ ഒരു ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ത്രികോണ സ്തംഭത്തിന്റെ പാദവക്കുകൾ 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ്. സ്തംഭത്തിന്റെ ഉയരം 20 സെന്റിമീറ്ററുമാണ്. അതിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചത്. നമ്മളോട് വ്യാപ്തം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം സമം പാദപരപ്പളവ് അല്ലെങ്കിൽ പാദപരപ്പ് ഇൻറ്റു ഉയരം അങ്ങോട്ട് എഴുതിക്കൊണ്ട് മക്കളെ. ഓക്കെ, പാദപരപ്പ് ഇൻറ്റു ഉയരം അങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തേക്കൊക്കെ വരാം. ഇയാള് വെറും ഒരു സ്തംഭമല്ല, ഇയാൾ ഒരു ത്രികോണ സ്തംഭമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രികോണ സ്തംഭം എന്ന് പറയുമ്പോൾ അതിന്റെ പാദം ത്രികോണമായിരിക്കും അല്ലെ? ഏകദേശം ഇങ്ങനെ വരും നമ്മള് ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ചിത്രം വരയ്ക്കുക. അപ്പൊ പേപ്പർ നോക്കുന്ന ആൾക്ക് തോന്നും ഈ ചെങ്ങായിക്ക് എന്തൊക്കെ അറിയാന്ന് പേപ്പർ നോക്കുന്ന ചെങ്ങായിക്ക് തോന്നും. ഓക്കെ, നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? പാദവക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മള് ത്രികോണ സ്തംഭം എന്ന് പറയുന്നത്. ഇത് പാർശ്വമുഖം അല്ലെ? പാദമുഖം എന്ന് പറയുന്നതോ താഴെ മുകളിലുള്ള പാദം. പാദവക്കുകൾ എന്താ? വക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള സൈഡുകളുള്ളതാണ് വക്കുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. പാദവക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പാദത്തിന്റെ വക്ക് അറിയുമ്പോ ഈ ത്രികോണത്തിന്റെ വശങ്ങളായിരിക്കും
പാദവക്കുകൾ എന്ന് പറയുന്നത്. ഈ പാദവക്കുകൾ എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെടുത്താലും പ്രശ്നങ്ങളുള്ള, നമ്മുടെ ബേസ് 13 ആവണം അല്ലെങ്കിൽ ബേസ് 14 ആവണം ഒന്ന് പറഞ്ഞില്ല. പാദവക്കുകൾ 13 14 15 മാത്രമേ തന്നിട്ടുള്ളൂ. എവിടെ എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ, ഉയരം, സ്തംഭത്തിന്റെ ഉയരം ഇതാണ് ഉയരം. ഇത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇയാളിതാ ഉയരം തന്നിട്ടുണ്ട്, 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഉയരത്തിന് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക? ഹൈറ്റ് h എന്ന് ഡിനോട്ട് ചെയ്യും. അയാളവിടെ നിന്നോട്ടെ. ഇനി പാദപരപ്പ് കാണണം. പാദപരപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ സ്തംഭം എന്ന് പറയുന്നത്. ഇയാള് സ്തംഭം എപ്പോഴും ഇങ്ങനെയല്ല നിൽക്കുക. ചിത്രത്തിൽ നമുക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത് തോന്നും. ഈ സ്തംഭം നിൽക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലാണ്. ഓക്കെ, അപ്പൊ പാദവക്കുകൾ എന്ന് പറയുന്നത് 13 14 15 ആണ്. നമുക്ക് കണ്ടത് പാദപരപ്പ് അല്ലെങ്കിൽ പാദപരപ്പളവാണ്. പാദം എന്ന് പറയുന്നത് ത്രികോണമാണ്. ത്രികോണത്തിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടത്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഹാഫ് ബി എച്ചിൽ ഹാഫ് അറിയാം, ബി ബേസ് ഇയാളെ നമുക്കറിയാം. ഇയാളെ പരപ്പളവാണ് നമുക്ക് കണ്ടത്, ഇയാളെ ബേസ് നമുക്കറിയാം. പക്ഷെ ഹൈറ്റ് അറിയോ? ഹൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല, സ്തംഭത്തിന്റെ ഹൈറ്റ് അല്ല, പാദത്തിലുള്ള ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് നമുക്കറിയോ? ഈ ഹൈറ്റ് നമുക്ക് അറിയൂല. പക്ഷെ ഇയാളൊരു ബഹുഭുജ ത്രികോണം, ഒരു സമഭുജ ത്രികോണമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു ത്രികോണ സ്തംഭത്തിന്റെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഈ ഇക്വേഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഇയാളൊരു സമഭുജ ത്രികോണമാകുമ്പോഴാണ്, അതിന്റെ ഏരിയ കാണാനാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇയാളൊരു സമഭുജ ത്രികോണമല്ല, കാരണം വശങ്ങൾ 13 14 15 ആണ്. അപ്പൊ നമുക്ക് അറിയാം 13 14 15 വശങ്ങളുള്ള ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാൻ നമ്മൾ ചെയ്യും, ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കും. അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി പറഞ്ഞിട്ടൊരു ഇക്വേഷൻ, ഹെറോൺസ് ഫോർമുല. ഇത്രയും ഇക്വേഷൻസുകൾ നമുക്ക് ഉപയോഗിച്ചാൽ ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാൻ നമുക്ക് പറ്റും. ആവശ്യ സമയത്ത് എച്ചും ബിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതൊരു സമഭുജ ത്രികോണമാണെങ്കിൽ അതിന്റെ ഒരു വശം എ ആണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഏരിയ കാണാൻ ഉപയോഗിക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 13 അല്ലെങ്കിൽ 3 വശങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കും ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് മക്കളെ, ഹെറോൺസ് ഫോർമുല. അപ്പൊ നമുക്ക് തോന്നും എന്താണ് മക്കളെ ഈ എസ് എന്ന് പറയുന്ന ആള് അല്ലെ? എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് ഈ എല്ലാ വശങ്ങളും കൂട്ടിയതിന്റെ പകുതി. എല്ലാ വശങ്ങളും കൂട്ടുക, എല്ലാ വശങ്ങളും ഇതാണ് 13 14 15 കൂട്ടിയതിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. 13 14 15 കൂട്ടിയ നമുക്ക് 42 എന്ന് കിട്ടും. 42 എന്ന് കിട്ടും. താഴെ ഒരു 2 ഉണ്ട്, 42/2 21 എന്ന് കിട്ടും. എസ് ഈക്വൽ ടു 21 എന്ന് കിട്ടി. എ എന്താ, ബി എന്താ, സി എന്താ? അതൊക്കെ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളാണ്. നമുക്കിവിടെ എ ഈക്വൽ ടു 13 എന്നെടുക്കാം, ബി ഈക്വൽ ടു 40 എന്നെടുക്കാം, സി ഈക്വൽ ടു 50 എന്നെടുക്കാം. തിരിച്ചെടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരേപോലെ എടുക്കരുത് തന്നെയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പാദപരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ ഹെറോൺസ് ഫോർമുല ആയ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്നത്. എസ് നമുക്കറിയാം കണ്ടു 21 ആണ്. എയും ബിയും സിയും തന്നിട്ടുണ്ട് നമ്മളെ ചോദ്യത്തിൽ. നമ്മൾ പാദപരപ്പളവിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഓക്കെ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഓരോ വാല്യൂകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ 21 ഇൻറ്റു എസ് മൈനസ് എ, 21 മൈനസ് 13, 21 മൈനസ് 30 ഇൻറ്റു എസ് മൈനസ് ബി, എസ് എന്ന് പറഞ്ഞ 21 ആണ്. 21 മൈനസ് 40, 21 മൈനസ് സി എന്ന് പറയുന്നത് 50 ആണ്, 50 ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. ഇവിടെ നമുക്കൊരു എച്ച് ഇല്ലേ, ഇൻറ്റു എച്ച് ഉണ്ട്, നമുക്കൊരു എച്ച് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, റൂട്ട് ഓഫ് 21 അതേപോലെ നമുക്ക് എഴുതാം. 21 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 8 ആണ്.
21 - 40 എന്ന് പറയുന്നത് 7 ആണ്. 21 - 50 എന്ന് പറയുന്നത് 6 ആണ്. ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രികോണ സ്തംഭത്തിന്റെ ഹൈറ്റ് ആണ്. അത് എന്ന് പറയുന്നത് 20 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യാം. റൂട്ടിന്റെ ഉള്ളിൽ സോൾവ് ചെയ്യാം. റൂട്ട് ഓഫ് 21 നമുക്ക് 3 × 7 എന്ന് എഴുതാം. 8 നമുക്ക് 2 × 4 എന്നും 7 നമുക്ക് 7 ആയിട്ട് തന്നെ എഴുതാം. 6 നമുക്ക് 2 × 3 എന്ന് എഴുതാം. അഗെയിൻ നമുക്കൊരു 20 അവിടെ ഉണ്ട്, അയാളെയും നമ്മൾ എഴുതി. ഓക്കെ, എടാ നോക്കടാ, ഇവരൊക്കെ ഒന്ന് ഫ്രീ ആക്കി നോക്കാം. ഫ്രീ ആക്കി നോക്കുമ്പോൾ വരും √3 × √7 × √2 × √4 × √7 × √2 × √3 എന്ന് വരും. ഇവരൊക്കെ ഒന്ന് ഫ്രീ ആക്കി ×20 എന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. എടാ, √3 × √7 എന്ന് പറയുന്നത് √21 ആണ്. ഓക്കെ, ഈ 3ഉം 7ഉം ഇൻറ്റു ചെയ്യും. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി, √3 ഡിവൈഡഡ് ബൈ √7 എന്ന് പറയുന്നത് √3/7 ആയിരിക്കും. എങ്ങനെയാണ് മക്കളെ ഏതൊരു സംഖ്യന്റെയും റൂട്ട് കാണാം? ഇപ്പൊ √21ന്റെ റൂട്ട് നമുക്ക് കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, √21, ഈ √21ൽ നമുക്ക് LCM ചെയ്യാം. LCM ചെയ്യുമ്പോൾ 3 കൊണ്ട് ചെയ്യാം. 7 × 3 ആണ് 21. 3 × മാക്സി 7ന് ചെയ്യാൻ പറ്റില്ല. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. കൂട്ടത്തിൽ √3 × √7 എന്ന് പറയുന്നത് √21. √3 × √7 എന്ന് പറയുന്നത് 21. √3 × √7. ഓക്കെ, അവിടെ നോക്കടാ, ഇവിടെ ഒരു √3 ഉണ്ട്, ഇവിടെ ഒരു √3 ഉണ്ട്. √3 × √3 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ ഒരു √7 ഉണ്ട്, ഇവിടെയും ഒരു √7 ഉണ്ട്. √7 × √7 എന്ന് പറയുന്നത് 7 ആണ്. അഗൈൻ ഇവിടെ √2 × √2 2 ആണ്. × √4 ഉണ്ട്. √4 എന്ന് പറയുന്നത് 2 ആണ്. അഗൈൻ ഇവിടെ 20 ഉണ്ട്. 20 നമ്മൾ അതേപോലെ എഴുതി. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. × 2 × 2 4 ആണ്. പിന്നെ ഒരു 20 ഉണ്ട്. അഗൈൻ നമ്മൾ എഴുതും 21 × 4 1 × 4 4 ആണ്. 2 × 4 8 ആണ്. × 20 എന്ന് വരും. ലാസ്റ്റ് ആൻസർ നമ്മളത് വരും 2 × 4 8 ആണ്. 2 × 8 60 ആണ്. പിന്നെ ഒരു 0 ഉണ്ട്. 0 cm³ ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, 1680 cm³ ആയിരിക്കും ഈ ഒരു സ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്.